ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത സൈന്യം നിയന്ത്രണ രേഖയോട് ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരുന്നു. ഇന്ന് ഒരാൾ കൂടി. ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്? ഈ ഉറിയുടെ തന്നെ നിയന്ത്രണ രേഖയുടെ സമീപത്തുള്ള പ്രദേശത്താണ് വലിയ രീതിയിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റുമുട്ടലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ രാവിലെ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അതായത് ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം, അതും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഭീകരരെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായെന്നുള്ള സൂചന ഇപ്പോൾ നമ്മുടെ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കണ്ടു. പിന്നാലെ സൈന്യം വെടിയുതിർത്തു. ഒരു വെടിവെപ്പ്, ഒരു ഏറ്റുമുട്ടൽ ഭീകരരും നമ്മുടെ സൈന്യത്തിനും ഇടയിൽ ഉണ്ടായി. അതിനിടയിൽ പരിക്കേറ്റ ഒരു സൈനികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹമാണിപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നുഴഞ്ഞുകയറ്റ ശ്രമം അത് തകർത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റുമുട്ടലും അതുപോലെ തിരച്ചിലും വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഉറിയുടെ ഈ നിയന്ത്രണ രേഖ സമീപത്ത് തന്നെയാണ്. എന്തായാലും ഈ ഏറ്റുമുട്ടൽ അവസാനിച്ചോ എന്നുള്ള കാര്യത്തിൽ വൈകാതെ ഈ കരസേനയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സ്ഥിരീകരണം വരും. മാത്രമല്ല ഭീകര വധിച്ചോ എന്നുള്ള കാര്യത്തിലും ഇതുവരെയും ഒരു സ്ഥിരീകരണമായിട്ടില്ല. അതും വരും മണിക്കൂറിൽ തന്നെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ 3ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ഈ നിയന്ത്രണ രേഖയുടെ സമീപത്ത് നുഴഞ്ഞുകയറ്റ ശ്രമവും ഏറ്റുമുട്ടലും ഉണ്ടാകുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനമെല്ലാം തന്നെ അടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ ആദ്യമായി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം കൂടി ഉണ്ടാവുകയാണ്. അതായത് അവർ പറയുന്നത് പോലെ, ഈ സൈന്യം കരുതുന്ന പോലെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായതെങ്കിൽ പോലും ഒരു പ്രകോപനം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.